നമ്മളൊന്ന് പറയും, കേൾക്കുന്നയാളത് വേറൊരു രീതിയിലായിരിക്കും മനസ്സിലാക്കുന്നത്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ, സൗഹൃദങ്ങളിലായാലും കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും ഈയൊരു പ്രശ്നം കാരണം എത്രയോ തെറ്റിദ്ധാരണകളുണ്ടായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആശയവിനിമയത്തിലെ ഈ വിടവ് നമുക്കെങ്ങനെ നികത്താം? നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ കൂടുതൽ ശക്തമാക്കാം? വരൂ, നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം. സത്യത്തില് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഈയൊരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. നമ്മൾ ചിലപ്പോൾ വളരെ നല്ല ഉദ്ദേശത്തോടൊരു കാര്യം പറയും, പക്ഷെ കേൾക്കുന്നയാൾക്കത് കിട്ടുന്നത് നേരെ തിരിച്ചായിരിക്കും. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. സംസാരം ശരിയല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ എത്ര പെട്ടെന്നാവും ദുർബലമാകുന്നത്. സംശയങ്ങളും തെറ്റിദ്ധാരണകളും കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ തുറന്ന് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഈ തെറ്റിദ്ധാരണകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? അതിനും പ്രധാനമായിട്ട് നമുക്കിത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? വരൂ, നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇത് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്ന രീതിയെ തിരിച്ചറിയുക എന്നതാണ്. പ്രധാനമായും 3 തരത്തിലുള്ള സംസാര ശൈലികളാണുള്ളത്. അവ ഏതൊക്കെയാണെന്നും ഇതിലേതാണ് നമ്മുടേതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേതാണ് അഗ്രസീവ് ശൈലി. അതായത് എന്റെ അഭിപ്രായം മാത്രം ശരി, മറ്റുള്ളവരുടേത് തെറ്റ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഇവർ എപ്പോഴും സംഭാഷണങ്ങളിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും, മറ്റുള്ളവരെ സംസാരിക്കാൻ സമ്മതിക്കുകയില്ല. ഇത് ബന്ധങ്ങളിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. രണ്ടാമത്തേത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, പാസീവ് ശൈലി. സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉള്ളിലൊതുക്കി എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നടക്കുന്നവർ. ഒരു വഴക്കൊഴിവാക്കാൻ വേണ്ടി മാത്രം എല്ലാത്തിനോടും ശരി ശരിയെന്ന് പറയും. ഇത് പതിയെ പതിയെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഒരു വിലയുമില്ലെന്ന തോന്നലും ആത്മവിശ്വാസക്കുറവും ഉണ്ടാക്കും. ഈ 2 ശൈലികളുടെയും ചിന്താഗതി തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒരാൾ വിചാരിക്കുന്നു ഞാൻ മാത്രം ശരി, മറ്റൊരാൾ വിചാരിക്കുന്നു എനിക്കൊരു വിലയുമില്ല. രണ്ടും 2 അതിരുകളാണല്ലേ? അതുകൊണ്ട് തന്നെ ഇവ രണ്ടും നല്ല ബന്ധങ്ങൾക്ക് വലിയൊരു തടസ്സമാണ്. അപ്പോ ഈ 2 വഴികളും ശരിയല്ലെങ്കിൽ പിന്നെ ഏതാണ് ഫലപ്രദമായ രീതി? തീർച്ചയായും ഒരു വഴിയുണ്ട്, ആരോഗ്യകരമായ ഒരു മധ്യമാർഗം. അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇതിനെയാണ് അസറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ ദൃഢതയുള്ള സമീപനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറുക. സത്യം പറഞ്ഞാൽ ഇതാണ് ആശയവിനിമയത്തിലെ സുവർണ മധ്യമാർഗം. നമ്മളെല്ലാവരും പരിശീലിക്കേണ്ടതും ഇതുതന്നെയാണ്. ഈ അസർട്ടീവ് ശൈലിയുടെ പ്രധാന ആശയം ഇതാണ്: എന്റെ അഭിപ്രായങ്ങൾക്കും എന്റെ അവകാശങ്ങൾക്കും വിലയുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും അവകാശങ്ങൾക്കും വിലയുണ്ട്. ഇവിടെ ആരും ആരുടെയും മുകളിലുമല്ല താഴെയുമല്ല. എല്ലാവർക്കും തുല്യ പ്രാധാന്യം. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തവും ആരോഗ്യകരവുമാകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ അസർട്ടീവ് ശൈലി സ്വന്തമാക്കാം? 3 കാര്യങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിച്ചാൽ മതി. 1, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. 2, നമ്മുടെ ശരീരഭാഷ. കാരണം ചിലപ്പോൾ വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കുന്നത് നമ്മുടെ ശരീരഭാഷയായിരിക്കും. പിന്നെ 3ാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അവരെ തടസ്സപ്പെടുത്താതെ ശ്രദ്ധയോടെ കേൾക്കാനുള്ള കഴിവ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ 3 ഘടകങ്ങളും ഒരുമിച്ച് ഒരേ ദിശയിൽ പോയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഉദാഹരണത്തിന്, നമ്മൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു, പക്ഷെ നമ്മുടെ മുഖം ദേഷ്യം കൊണ്ടിരിക്കുകയാണെങ്കിൽ കേൾക്കുന്ന ആൾക്ക് എന്ത് സന്ദേശമായിരിക്കും കിട്ടുക? ആശയക്കുഴപ്പം മാത്രം, അല്ലേ? ശരി, ഇനി നമുക്ക് നല്ലൊരു സംഭാഷണത്തിൽ നമ്മൾ പോലും അറിയാതെ വരുത്തുന്ന ചില തെറ്റുകളെക്കുറിച്ച് സംസാരിക്കാം. ഇത് കേൾക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഒരാളെ കേൾക്കുമ്പോൾ സാധാരണയായി എത്ര തരം തടസ്സങ്ങളുണ്ടാകാറുണ്ടെന്നൊന്ന് ഊഹിക്കാമോ? 1, 2 അല്ല, 9ഓളം തടസ്സങ്ങളുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നേയില്ല എന്നതാണ്. ഈ ലിസ്റ്റൊന്ന് നോക്കിക്കേ. സംസാരിക്കുന്നയാളെ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തുന്നത്, അവരുടെ കണ്ണിൽ നോക്കാതെ സംസാരിക്കുന്നത്, അവർ പറഞ്ഞു തീരും മുൻപേ നമ്മൾ ബാക്കി പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? എനിക്ക് നിങ്ങളെ കേൾക്കാൻ താൽപ്പര്യമില്ല എന്നൊരു സന്ദേശമാണ് നമ്മളവർക്ക് കൊടുക്കുന്നത്. അതുപോലെ ഒരാളൊരു വിഷമം പറയുമ്പോൾ അതിലും വലിയ വിഷമം എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കഥയിലേക്ക് പോകുന്നത്. ഇതൊക്കെ ബന്ധങ്ങളെ തകർക്കുന്ന ശീലങ്ങളാണ്. കേൾക്കുന്നതിൽ മാത്രമല്ലാട്ടോ പ്രശ്നം, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതിയിലും പ്രശ്നങ്ങളുണ്ടാകാം. പിറുപിറുക്കുകയോ അവ്യക്തമായി സംസാരിക്കുകയോ ചെയ്യുന്നത് നല്ല ഉദാഹരണങ്ങളാണ്. അതുപോലെ ഒരാളെപ്പറ്റി മുൻവിധിയോടെ സംസാരിക്കുന്നതും എപ്പോഴും നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുന്നതും ആശയവിനിമയത്തിലെ വലിയ തടസ്സങ്ങളാണ്. ശരി, അപ്പം നമ്മൾ പ്രശ്നങ്ങളും കാരണങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞു.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം? മെച്ചപ്പെട്ട ബന്ധങ്ങളിലേക്കുള്ള നിങ്ങളുടെ വഴികാട്ടി ഇതാ. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഒന്നാമതായി, മറ്റൊരാൾ ഒരു നിർദ്ദേശം പറയുമ്പോൾ അത് തുറന്ന മനസ്സോടെ കേൾക്കുക. രണ്ടാമതായി, സഹാനുഭൂതി കാണിക്കുക, അതായത് അവരുടെ ഭാഗത്തുനിന്നും ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്, മുൻവിധികളില്ലാതെ അവരെ കേൾക്കുക. നാലാമത്, അവരുടെ ശരീരഭാഷ ശ്രദ്ധിക്കുക, കാരണം വാക്കുകൾക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും. അവസാനമായി, നിങ്ങളുടെ മറുപടികൾ വ്യക്തവും സത്യസന്ധവുമാക്കുക. ഈ ചെറിയ ശീലങ്ങളെ വലിയ വ്യത്യാസമുണ്ടാക്കും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഇതൊന്നും ഒറ്റ രാത്രി കൊണ്ട് മാറുന്ന ശീലങ്ങളല്ല. പക്ഷേ നമ്മൾ സംസാരിക്കുന്നതിലും കേൾക്കുന്നതിലും വരുത്തുന്ന ഓരോ ചെറിയ മാറ്റവും നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളവും ശക്തവുമാക്കി മാറ്റും. ആ മാറ്റമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ പോകുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുക. ഇന്ന് എൻ്റെ സംസാര രീതിയിൽ എന്തൊരു ചെറിയ മാറ്റം എനിക്ക് കൊണ്ടുവരാൻ സാധിക്കും? ആരെയാണ് എനിക്ക് കുറച്ചുകൂടി നന്നായി, കുറച്ചുകൂടി ക്ഷമയോടെ കേൾക്കാൻ കഴിയുക? ആ ഒരു ചെറിയ മാറ്റത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം.